ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിഷു കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കടം മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ തിരുനാളുകാരെ അല്ല ഞാൻ ഓരോ നക്ഷത്രക്കാരെക്കുറിച്ചും പറഞ്ഞിട്ട് ആ നക്ഷത്രക്കാർക്ക് ഈ ഓരോരോ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ, ആ ക്ഷേത്രങ്ങളിലെ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ തിരുനാൾ കാണും, ഒരു നാൾ കാണും, ഒരു നക്ഷത്രം ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ആ നാളുമായി ബന്ധപ്പെട്ട് ഇന്ന നക്ഷത്രക്കാർ അത്തരം ക്ഷേത്രങ്ങളിൽ പോയാൽ ജീവിതത്തിൽ മാറ്റം വരും എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തതായിട്ട് വാട്സപ്പിൽ മെസ്സേജുകൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. കാരണം അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, അത് അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പം അതുപോലെ ഉള്ള ഒരു കാര്യമാണ് വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന ഒരു കാര്യം ചെയ്യണം. അപ്പോൾ സാധാരണ കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി വഴിപാട് ചെയ്യുന്ന വ്യാഴാഴ്ച അല്ലേ, പിന്നെ ഏകാദശി, കറുത്തപക്ഷ ഏകാദശിയും വെളുത്തപക്ഷ ഏകാദശിയും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. പിന്നെ മലയാള മാസം 1-ാം തീയതി അങ്ങനെയൊക്കെ നമ്മൾ പോകും. നമ്മൾ ശനിയാഴ്ച ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. മാറ്റം എത്രത്തോളം ജീവിതം മാറുമെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ഈ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുക. നമുക്കപ്പോൾ അറിയാമല്ലോ എന്തുമാത്രം ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകുന്നു. അപ്പം അതെന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. കടങ്ങൾ മാറാൻ ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും 8-നും 8:30-ക്കും ഇടയ്ക്ക് വൈകുന്നപാട് വീഡിയോ ഇടുന്നുണ്ട്. ആവശ്യമുള്ളൊരു ചാനലിൽ കയറിയാലും കാണാം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അത് ശിവവിദ്യ ആണെങ്കിലും കൊള്ളാം, ഭദ്രകാളി വിദ്യ ആണെങ്കിലും കൊള്ളാം, ശരനൂൽ രഹസ്യമാണെങ്കിലും കൊള്ളാം, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്വർണ്ണലക്ഷ്മി മന്ത്രം പോലും ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്താൽ അത് മതി ജീവിതം മാറാൻ. അത് പ്രയോജനപ്പെടുത്തുക ആവശ്യമുള്ളവർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അത് ഞാൻ പറയുന്നുള്ളൂ. അവനവനെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. അവനവൻ്റെ ആവശ്യം പോലെ അവനവനെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക. നല്ല കാര്യമാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല മന്ത്രങ്ങളും അത് ചെയ്യേണ്ട രീതികളും ഒക്കെ ഞാൻ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എപ്പോഴും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് വർക്കുകൾ, ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഞായറാഴ്ചയെന്നില്ല, വിഷുവെന്നില്ല, ഞാൻ ഫുള്ളിൽ എല്ലായ്പ്പോഴും ഞാൻ വർക്കിൽ തന്നെയാണ്. ഞാൻ ഫ്രീ ആകാറില്ല. അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിപാടികൾക്കും പോകാറില്ല. അത്യാവശ്യം ചിലപ്പം ഒരു സമയം കണ്ടെത്തുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. പിന്നെ എൻ്റേതായ യോഗ, പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് സാഹചര്യം. ഞാൻ വിഷുവിൻ്റെ ഞാൻ ഫ്രീ അല്ല. അതുകൊണ്ടാണ് ഞാനിത് സാധാരണ ദിവസം പോലെ തന്നെയാണ്. അപ്പോൾ ഇന്നും ആണെങ്കിലും ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഈശ്വരൻ്റെ ഈ അനുഗ്രഹങ്ങൾ ഈ വർഷം മുഴുവൻ ആ വിഷുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വിഷുവിൻ്റെ അന്നിടുന്ന ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മുഴുവൻ പ്രയോജനം ചെയ്യും. എന്നും പ്രയോജനം ചെയ്യുന്ന വീഡിയോ, എന്ന് കണ്ടാലും ഗുണം ചെയ്യുന്ന വീഡിയോ, ജീവിതം മുഴുവനുള്ള കാര്യം പറഞ്ഞു തരുന്നു. എപ്പം കണ്ടാലും പ്രയോജനം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം ഇന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ഗുണം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ വീഡിയോയിലും അതുപോലുള്ള നല്ല കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഭഗവാനെക്കുറിച്ച് ഉള്ള ഒരു എൻ്റെ ഭഗവാനെ കാണിച്ചു തന്ന ചില കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക, ശരിയായിട്ട് ചെയ്യുക. അത് മതി ജീവിതം മാറാൻ. അപ്പോഴേ വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ മുഴുവൻ കേൾക്കണം കേട്ടോ. കേട്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. 13 നെയ്വിളക്ക്. അത് കാര്യമുണ്ട് കേട്ടോ. സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി 13 എന്ന് പറഞ്ഞ കണക്കിനകത്തൊരു രഹസ്യമുണ്ട്. രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് 13 എന്ന അക്കത്തിനുണ്ടാകുന്നത്. അതിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും.
അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും, ജീവിതം മാറ്റാൻ പറ്റും. അതാണ് ഈ 13ൻ്റെ ഒരു കണക്ക്. 13 നെയ്വിളക്ക്. ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്ത ഒരുപാട് പേര് പല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. കോൺട്രാക്ടർമാരായിക്കോട്ടെ, വലിയ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ചെറിയ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരായിക്കോട്ടെ, ഈ 13ൻ്റെ കണക്ക് ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 13 നെയ്വിളക്ക്, അതോടൊപ്പം ഒരു നന്നായിട്ട് പഴുത്ത ഒരു കദളിക്കൊല. ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്നറിയാമോ? കദളിക്കൊലയാണ്. അതാണ് ഈ ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഈ 2 കാര്യങ്ങളൂടെ ചെയ്താൽ ഏറ്റവും നല്ലത്. ഏറ്റവും പ്രധാനം നന്നായിട്ട് പഴുത്ത ഒരു കദളിക്കൊല. നമ്മൾ ഉപയോഗിക്കുന്നതിന് നല്ലതായിരിക്കണം, ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. തലേദിവസമേ പച്ചമരുന്ന് കടയിൽ കിട്ടുമല്ലോ, പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങി വെക്കണം. നന്നായിട്ട് പഴുത്തൊരു കദളിക്കൊല. പച്ചയാണെങ്കിൽ ഒരു ബലം കിട്ടത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം ഭഗവാൻ കൊടുക്കുന്നത്, ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കദളിക്കൊലയാണ്. അതിൻ്റെ കൂടെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യുക, അങ്ങനെ ഞാൻ പറയുന്നതേ ഉള്ളൂ. 13 നെയ്വിളക്ക്, ഒരു നന്നായിട്ട് പഴുത്ത കദളിക്കൊല, അത് ഭഗവാന്റെ നടയിൽ നിന്ന് സാമ്പത്തികം തന്നെ പ്രാർത്ഥിച്ച് ഭഗവാനെ, കുചേലനെ ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് രക്ഷപ്പെടുത്തിയതാണ്. എന്നിലും ഭഗവാന്റെ കരുണ ഉണ്ടാകണേ, കൃപ ഉണ്ടാകണേ വാസുദേവ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ഈ കദളിക്കൊല ഭഗവാന്റെ മുന്നിലുള്ള മണ്ഡപത്തിൽ വെക്കുക. അതാണ് ഏറ്റവും പ്രധാനം. വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം അതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 13 നെയ്വിളക്ക് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് സാമ്പത്തികം തന്നെ പറയുക, കട്ടായം. ഭഗവാനെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, കദളിക്കൊല മാത്രം വെച്ചവരെ പോലും, കേട്ടോ. അതാണ് ഈ ഒരു കാര്യമെന്ന് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് സെപ്പറേറ്റായിട്ട് 13 നെയ്വിളക്ക്. 13 നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ വലിയ അവരൊരു പ്ലേറ്റ് വല്ലതും മേടിക്കണം, അമ്പലത്തിൽ നിന്ന് അവർ തരും. 13 നെയ്വിളക്ക് ഒന്നിച്ച് വെക്കാനുള്ള പ്ലേറ്റ് തരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ ഓരോ നെയ്വിളക്കായിട്ട് വെച്ചാലോ മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ 13 നെയ്വിളക്ക് വെക്കുക. ഭഗവാൻ ഓരോ നെയ്വിളക്കും ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ. ഇനി 13 ഒന്നിച്ച് വലിയ പ്ലേറ്റിനകത്താണെങ്കിൽ ഒന്നിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഓരോന്നായിട്ട് വെക്കുകയാണെങ്കിൽ ഓരോ നെയ്വിളക്ക് വെക്കുമ്പോഴും ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് വേറെ മാർഗമില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഭഗവാനെ വിളിക്കണം. അങ്ങനെ 13 നെയ്വിളക്ക്. പിന്നെ ഒരു സെറ്റുമുണ്ട് ഭഗവാനെ ഉടുക്കാൻ വേണ്ടി. പിന്നെ ഒരു നേരിയത്, നല്ല ഒരു വിശേഷപ്പെട്ട ഒരു ഭംഗിയുള്ള ഒരു നേരിയത്. അപ്പോൾ ഒരു മുണ്ടും ഒരു നേരിയതും ഭഗവാന് അതും സെപ്പറേറ്റായിട്ട് പിടിച്ച് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല, എനിക്ക് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് കുചേലനെ രക്ഷപ്പെടുത്തിയതാണ്, എൻ്റെ ജീവിതത്തിലേക്കും ആ ഒരു സാമ്പത്തികം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ജീവിതം മുഴുവൻ നൽകണേ ഭഗവാനെ എന്നങ്ങ് ലയിച്ചു പ്രാർത്ഥിക്കണം. ഇതൊക്കെ വെച്ചാലും ഇത് കദളിക്കൊല മാത്രം വെച്ചാലും ഇത് 3ഉം വെച്ചാലും ഇതെന്ത് ചെയ്താലും മനസ്സ് ഭഗവാനിൽ ചെല്ലണം, അപ്പോഴേ ബലം ഉണ്ടാകത്തുള്ളൂ. അല്ല ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഉള്ളവർ ചെയ്യുക, അത് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാനെ ലയിച്ചു പ്രാർത്ഥിച്ച് ഉറച്ച വിശ്വാസത്തോടെ ഈ മുണ്ടും നേരിയതും നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഓരോന്നും വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോൾ ചെറിയ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ ഒരു അര ലിറ്റർ എള്ളെണ്ണ മേടിച്ച്, അല്ലെങ്കിൽ 1 ലിറ്റർ എള്ളെണ്ണ മേടിച്ചു ഭഗവാനെ ശ്രീകോവിലിന് ചുറ്റുവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾക്ക് പറ്റത്തില്ല, അത് ചെയ്യണ്ട. കാരണം ഈ ചുറ്റുവിളക്ക് തെളിയിച്ചാൽ പെട്ടെന്ന് പാപശമനം ഉണ്ടാകും. ഞാൻ അങ്ങനെ പറഞ്ഞു ചെയ്തവർക്കൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചുറ്റുവിളക്ക് ചെയ്യണ്ട, കേട്ടോ. അത് പറ്റുവാണെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും ഈ വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച രാവിലെ ഭഗവാന് ചെയ്യുക. ഭഗവാനെ ഒരു പാൽപ്പായസവും കൂടെ കഴിക്കുക, അത് കുട്ടികളുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുക, മതി. ഭഗവാനോട് ഇത് ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തവണ ചെയ്താൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ ജീവിതം മാറ്റും. അല്ലെങ്കിൽ എത്ര തവണ ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. ഭഗവാനിലേക്ക് നിങ്ങളുടെ മനസ്സ് ഇറങ്ങിച്ചെല്ലണം. ഭഗവാനെ എന്നുള്ള ഉറച്ച വിശ്വാസമായിരിക്കണം. അങ്ങനെ ഈ വിഷു കഴിഞ്ഞ് വരുന്ന ഒരു ശനിയാഴ്ച നിങ്ങൾ ചെയ്തു നോക്കുക. ഇങ്ങനെ ജീവിതത്തിൽ കടബാധ്യതകൾ മാറാനും വലിയ സാമ്പത്തികം ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണിത്, അത്ഭുതകരമായ കാര്യം. 52 വയസ്സായിട്ടും എത്ര ശ്രമിച്ചിട്ടും ഒരു സാമ്പത്തിക ഉയർച്ച വീടൊക്കെ ഉണ്ടാകാത്തവർക്ക് ഞാൻ ഇതുപോലെ, അത് വേറൊരു ദിവസമാണ് പറഞ്ഞത്, ഇതുപോലൊരു കാര്യം പറഞ്ഞ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ സ്വന്തമായി വീട് സ്ഥലവും വാങ്ങി എന്നെ അതുകൊണ്ട് കാണിച്ചു. അപ്പോൾ അതൊക്കെ അത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയല്ല, അവരതുപോലെ വിശ്വാസത്തോടെ
ഞാൻ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് അവർ വളരെ ഭഗവാനേ എന്നുള്ള ചിന്തയിലും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് കൂടിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവരതുപോലെ വിശ്വാസത്തിൽ ഭഗവാനെ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും അനുഭവമാകും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, സമയം കളയാമെന്നുള്ളൂ. അങ്ങനെ സമയം കളയാമെന്നുള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്നുള്ളത്. ചെയ്യുന്നവർ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനേ എന്നുള്ള ചിന്തയിൽ സംശയമില്ലാതെ ചെയ്യാവുന്ന ഉള്ളവർക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാഹചര്യം ഉള്ളവരും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ഫലമാകും കേട്ടോ. അത് നിങ്ങൾക്ക് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞാൽ അതുപോലെ ഭഗവാനെ മനസ്സ് ചെല്ലണം, സംശയമില്ലാതെ ചെല്ലണം. ഇത് ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ ഉടനെ ആയിരിക്കത്തില്ല ഫലം വരുന്നത്. പക്ഷെ എന്തായാലും ഭഗവാൻ കൃഷ്ണന് ചെയ്യുന്ന ഏതൊരു കാര്യം വെറുതെ ആകത്തില്ല. ഇന്നല്ല നാളെ ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഭഗവാനെ സംശയിക്കരുത്. അയ്യോ ഇത് ചെയ്താൽ ഉടനെ കിട്ടും, അല്ലെ ഒരാഴ്ചക്കുള്ളിൽ കിട്ടണം. അതൊന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാൻ അത് വെറുതെ ആകത്തില്ല ഒരിക്കലും. ഭഗവാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തന്നിരിക്കും ഇന്നല്ലേ നാളെ കേട്ടോ. ചിലർക്ക് പിന്നെ പെട്ടെന്ന് ഫലം കൊടുക്കും, ചിലർക്ക് ചിലപ്പോൾ അല്പം കഴിഞ്ഞായിരിക്കും. എന്തായാലും ഫലം തന്നിരിക്കും. ഭഗവാനെ കൃഷ്ണൻ എന്ത് ചെയ്താലും അവന് 10 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും. അതൊരു സത്യമാണ്, അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഇത് ഈ ശനിയാഴ്ച ദിവസം, വിഷു കഴിഞ്ഞ് വരുന്ന ഈ ശനിയാഴ്ച ദിവസം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ ശനിയാഴ്ചകൾ ശിവന് പ്രിയപ്പെട്ടതാണ്, പിന്നെ അയ്യപ്പന് പ്രിയപ്പെട്ടതാണ്. പക്ഷേ വിഷ്ണുവിന് വ്യാഴാഴ്ചയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. എങ്കിൽ തന്നെ ഇതുപോലെ ചില വിശേഷപ്പെട്ട ശനിയാഴ്ചകളിൽ ഭഗവാൻ വഴിപാട് ചെയ്താൽ ജീവിതം അടിമുടി മാറും. ദുരിതം അടിമുടി മാറും. ദുരിതങ്ങൾ ശമിക്കും, കടങ്ങൾ മാറും. അതൊരു രഹസ്യമാണ്. അപ്പം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഈ സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളൊന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ന മ ശി വ യ ഇങ്ങനെ ഒരു തവണ ജപിക്കുക. ഓരോ അക്ഷരവും പെറുക്കി ജപിക്കുക. അതിനുശേഷം ഓമില്ലാതെ നമഃശിവായ 3 തവണ വാഗൊണ്ട് ഉച്ചരിക്കുക. എന്നിട്ട് നിങ്ങൾ വടക്കോട്ട് നോക്കി കൈ രണ്ടും ഇങ്ങനെ വെച്ച് പറയുക, മഹാലക്ഷ്മി ദേവി വരിക വന്ന് കാത്തുകൊള്ളുക, ധനം തരിക നമഃശിവായ എന്ന് പറയുക. ഈ വാക്കുകൾ എഴുതിയെടുത്ത് ഇതുപോലെ തന്നെ പറയുക. ഇത് നിങ്ങൾ നിത്യേന സന്ധ്യാസമയത്ത് കയ്യും കാലും മുഖം നനച്ചിട്ട് വടക്കോട്ട് വിളക്കിൻ്റെ മുന്നിൽ തന്നെ നിന്ന് വടക്കോട്ട് നോക്കിയെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കടന്നു വരും. ഇതാരും പറഞ്ഞു തരത്തില്ല ലോകത്തിൽ, ഞാനല്ലാതെ. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ശിവനെ ധ്യാനിച്ച് ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ തരുന്ന ജ്ഞാനമായി പറഞ്ഞു തരുന്നത്. ഇതെൻ്റെ കഴിവ് അറിവുമല്ല. എല്ലാം ഭഗവാനാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാൻ ആരുമല്ല, ഞാനൊന്നുമല്ല. പകവും പുറവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. എൻ്റെ എല്ലാം ഭഗവാനാണ്. ഓരോ ശ്വാസവും ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലാതെ എനിക്ക് യാതൊരു അറിവില്ല. അതുപോലെ ഇതുപോലുള്ള വിദ്യകൾ അതുകൊണ്ടാണ് വേറെ ഒരാളും ലോകത്തെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ലെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഭഗവാന്റെ നേരിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ശിവവിദ്യയിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. ആ ഋഷി പരമ്പര എന്നുള്ള ആ വിദ്യ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സന്ധ്യാസമയങ്ങളിൽ ചെയ്യണം. രാവിലെ അല്ല, സന്ധ്യാസമയങ്ങളിൽ ചെയ്യണം. രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ രാവിലെ അതുപോലെ ചെയ്യുക. ഇനി ഇത് രാവിലെ നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാം. പക്ഷെ സന്ധ്യയ്ക്ക് ചെയ്യുന്ന കുറച്ചുകൂടി ഫലമായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും സന്ധ്യയ്ക്ക് ചെയ്യണം, അതാണ് നല്ലത്. ഇനിയും നിത്യേന ചെയ്യുക. സന്ധ്യാസമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യം കൂടുതലുണ്ട്. സന്ധ്യാസമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ഞാൻ ചില കുടുംബങ്ങളിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അതായത് മക്കൾ മദ്യപാനം, ലഹരി, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. പഠിത്തത്തിൽ പഠിച്ചിട്ട് പേപ്പറുകൾ കിട്ടുന്നില്ല. പിന്നെ എവിടെ പോയിട്ടും ജോലി ശരിയാകുന്നില്ല. ഇങ്ങനെയുള്ള ചില വീടുകളിൽ ഈ സന്ധ്യാസമയങ്ങളിൽ അവർ നന്നായിട്ട് പ്രാർത്ഥനകൾ നടത്തി ആ കുട്ടികളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടു മനസ്സിലാക്കിയ അനുഭവങ്ങളാണ്. ഈ സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അത് വളരെ പ്രാധാന്യം. ഏത് വീടാണെങ്കിലും നിങ്ങൾ നോക്കിക്കൂ, സന്ധ്യാനേരം പ്രാർത്ഥിക്കുന്ന വീടുകളെല്ലാം രാവിലെയും പ്രാർത്ഥിക്കണം, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം. പക്ഷേ സന്ധ്യാനേരങ്ങളിൽ പല വീടുകളിലും പ്രാർത്ഥന നടത്താറില്ല. സന്ധ്യാനേരങ്ങളിൽ പ്രാർത്ഥന നടത്തുന്ന ഏതൊരു ഭവനവും രക്ഷപ്പെടും. അവിടുത്തെ മക്കളൊക്കെ രക്ഷപ്പെടും. അവിടുത്തെ ഗ്രഹനാഥനും തൊഴിലും സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകും. ഗ്രഹനാഥയ്ക്കും ഐശ്വര്യങ്ങൾ വന്നു ചേരും, കലഹങ്ങൾ മാറും, മക്കൾ ആരും മോശം വഴി പോവുകയില്ല, തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോവുകയില്ല.
ഭർത്താവ് ലഹരി മദ്യപാനം അങ്ങനെ ഒന്നും പോവുകയില്ല. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. സന്ധ്യാസമയങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ സന്ധ്യാസമയങ്ങളിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളൊരു 6:15 മുതൽ ഒരു 6:35 വരെയുള്ള സമയം നിങ്ങൾ ഉപയോഗിക്കുക. 6:15 മുതൽ 6:35 വരെയുള്ള സമയം നിങ്ങൾ ഉപയോഗിക്കുക. കറക്റ്റ് ബലം കിട്ടുന്ന സമയമാണ് 6:15 മുതൽ 6:35 അല്ലെങ്കിൽ 6:40. ഈ ഒരു ടൈം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതല്ലാതെ 7 മണിയൊന്നും അല്ല. ഞാനീ പറഞ്ഞ ടൈം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രാർത്ഥനയ്ക്ക്. അച്ചട്ടാ കുടുംബം രക്ഷപ്പെട്ടിരിക്കും. ഇപ്പോൾ സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥന ചെയ്യുന്ന ഏതൊരു വീട്ടിലും സമ്പത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഈശ്വരനെ സ്മരിക്കുകയാണ്. ഈശ്വര സ്മരണ ഉണ്ടാകുകയാണ്. അത് രാവിലെ ആണെങ്കിലും സന്ധ്യയ്ക്കാണെങ്കിലും അല്ല. ഈശ്വരനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ദുർവിചാരങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകർക്കുന്ന കാര്യമാണ് ഭയം, ആശങ്ക, ജീവിതത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. ഇങ്ങനെയുള്ള എല്ലാ ചിന്തയും മാറിപ്പോവുക നമ്മൾ ഈശ്വരനെ സ്മരിക്കുമ്പം. അങ്ങനെ ഈ ചിന്തകളൊക്കെ കൂടുതലും നമ്മൾ രാത്രി കിടക്കുന്ന, അതായത് സന്ധ്യയോടനുബന്ധിച്ച് നമ്മൾ സന്ധ്യാസമയങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇത് ഓർത്തുകൊണ്ട് കിടക്കുമ്പോഴായ ആ ചിന്തകൾ തന്നെ, ആ അനുഭവങ്ങൾ തന്നെ കൂടുതലും വരും. ഇപ്പം വീട് ജപ്തിയാകുന്നു അല്ലെ നശിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ സന്ധ്യാസമയങ്ങളിലൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വൈകുന്നേരം കിടക്കുമ്പം ആ ഉറക്കത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ ആ ഭയം പോകും, ആ ചിന്ത പോകും, ആശങ്ക പോകും. അപ്പം നമുക്ക് ആ ജീവിതത്തിൽ അതിൻ്റെ അധപ്പതനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ ഈശ്വരനെ സ്മരിക്കുമ്പം അതിൻ്റെ ഒരു ഫലം നമ്മൾ കിടക്കുന്ന സമയത്തും ആ ഈശ്വരൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത കിടക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെ ആ ചിന്തയോടുകൂടി കിടക്കുമ്പോൾ നമ്മൾ കുറേ സമയം ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സച്ചിന്തകൾ ചെന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൂടുതൽ നമ്മുടെ അബോധ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് സച്ചിന്തകൾ കൂടിക്കൂടി വരും. അപ്പോഴാണ് നമ്മൾ ഈ മാറ്റം വരുന്നത്. പലർക്കും സംഭവിക്കുന്ന കാര്യം ഈ വൈകുന്നപാടൊക്കെ ഇരുന്ന് കടത്തിൻ്റെ കാര്യവും അല്ലെങ്കിൽ ലോണിൻ്റെ കാര്യവും അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരാളോട് ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഇപ്പുറത്തെ അയാൾ വെള്ളം അടിച്ചൊരു ബഹളം ഉണ്ടാക്കി, ഇതൊക്കെ ആ ചിന്ത. അത്ര സീരിയലുകളൊക്കെ ആയിരിക്കും കാണുന്നത്. സീരിയലുകൾ എന്ന് പറഞ്ഞാൽ നല്ല പേരൊക്കെ ആയിരിക്കും സീരിയലിന്, പക്ഷേ മുഴുവൻ ഇതൊക്കെ ആയിരിക്കും. ഒളിച്ചോട്ടവും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ നല്ല പേരുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള പല കഥകളുമായിരിക്കും പല സീരിയലുകളും. അതിനെ ഉപദ്രവിക്കുന്നതും വെക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഈ എല്ലാ സീരിയലുകളും എനിക്കറിയില്ല. ചില സീരിയലുകൾക്ക് നമ്മൾ പരസ്യം കാണാറുണ്ട്. പരസ്യം കാണുമ്പോൾ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മുഴുവൻ അതിൻ്റെ കഥയെന്ന് പറയും. അങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇതാ മനസ്സിൽ കിടക്കുന്ന മുഴുവൻ. ഇത് കണ്ടിട്ട് വൈകിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ മരുമോൾ പിണങ്ങിപ്പോകുന്നു. ഈ സീരിയലിൽ ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കും. കാരണം ഇത് കണ്ടിട്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്കതിനെക്കുറിച്ച് ഞാൻ പരസ്യങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അത് വെച്ച് എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് തെറ്റോ ശരിയാകാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി. എൻ്റെ അഭിപ്രായവും കാഴ്ചപ്പാടും പറയുന്നത് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കണ്ടിട്ട് നമ്മളറിയാതെ പോലും നമ്മുടെ മനസ്സിൽ അത് കിടക്കും. നമ്മുടെ മനസ്സിൽ അത് കിടക്കും. നമ്മുടെ മനസ്സിൽ അത് കിടക്കുമ്പോൾ നമ്മളത് അറിയാതെ പോലും നമ്മുടെ മനസ്സിൽ അത് കിടക്കുമ്പോൾ ആ ഒരു ചിന്ത, ആ ബോധം നമ്മുടെ മനസ്സിലുണ്ട്. അത് ഓർത്ത് കിടക്കുമ്പോൾ ഇത് തന്നെ നമ്മുടെ അനുഭവത്തിൽ വരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അമ്മായിയമ്മയെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ മരുമകളെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞു ഈ ഭർത്താവ് അറിയാതെ വേറൊരു കുട്ടി ഉണ്ടാകുക, ഇതൊക്കെ അത് പ്രധാന കഥകളായിട്ട് വരുന്നത്. പക്ഷെ നല്ല പേരുകളൊക്കെ ആയിരിക്കും ഇതിൻ്റെ. ഏറ്റവും നല്ല ശുദ്ധമായ ഒരു നല്ല നന്മയുള്ള പേരുകളൊക്കെ ആയിരിക്കും. പക്ഷെ കഥകൾ മുഴുവൻ ഇങ്ങനെയുള്ള. പക്ഷെ അത് ചിലപ്പോൾ അവർക്ക് സീരിയൽ അങ്ങനെ വെച്ചാലേ കാണത്തുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതിലും നമ്മൾ തെറ്റ് പറയുന്നില്ല, അത് അവരുടെ തൊഴിൽ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അത് നിങ്ങളുടെ കാര്യം. നമ്മൾ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കഴിവതും നമ്മൾ ഈശ്വര ചിന്ത കൂടുതൽ നിലനിർത്താൻ ശ്രമിക്കണം. നമ്മൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, ഈശ്വരനെ ചിന്തിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത്തരം ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. ഞാൻ മനസ്സിലായില്ല, അപ്പോഴാണ് ജീവിതം മാറും. നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, പാട്ടുകൾ നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ആ സന്ധ്യാസമയത്ത് ഈശ്വരനെ വിളിക്കുക. നമ്മൾക്ക് നാളേക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഈശ്വരീയമായ കാര്യങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് കിടക്കുക. അത് നമുക്ക് ഗുണമുണ്ടാകും. ഞാൻ പറഞ്ഞാലെന്ന് വെച്ചാൽ ഇതൊക്കെ
ഈ കാണുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. എനിക്ക് ശരിയും തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം കൃഷ്ണായ നമഃ.